സർക്കാർ ഭൂമി കയ്യേറിയെന്ന് കണ്ടെത്തിയ ഇടുക്കി പരുന്തുംപാറയിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ സർവേ ഊർജിതം. ഇതോടൊപ്പം ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയതോടെ മേഖലയിലെ നിർമ്മാണങ്ങളെല്ലാം പൂർണ്ണമായി നിർത്തിവച്ചു. അതേസമയം പ്രദേശത്ത് നൽകിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്ന മഞ്ചുമല വില്ലേജിലെ 441, പീരുമേട് വില്ലേജിലെ 534 എന്നീ സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ സർക്കാർ ഭൂമി കണ്ടെത്താനാണ് 15-അംഗ റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നത്. മഞ്ചുമല വില്ലേജിൽ 10,000-ഓളം ഏക്കർ ഭൂമിയാണ് പുറമ്പോക്കായിട്ടുള്ളത്. ഇതേ പുറമ്പോക്ക് ഭൂമിയിൽ പട്ടയം അനുവദിച്ചതിലും സർവേ നമ്പർ മാറ്റിയതിലും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഹൈക്കോടതി നിയോഗിച്ച ഉന്നതതല സംഘം കണ്ടെത്തിയത്. എന്നാൽ ഭൂമിക്ക് പട്ടയം നൽകാൻ ഇപ്പോൾ നിലവിലുള്ള ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ നിലവിൽ വരുന്നതിന് മുമ്പും ശേഷവുമുള്ള മുഴുവൻ പട്ടയങ്ങളും വേർതിരിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന കയ്യേറ്റം പുതിയതല്ല. 1970 മുതൽ വ്യാജ പേരിൽ വ്യാജമായി അവിടെ പട്ടയങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. വ്യാപകമായ കള്ളപ്പട്ടയം, വ്യാജ പട്ടയങ്ങളാണ് പരുന്തുംപാറയിലെ മുഴുവൻ പട്ടയങ്ങളും വ്യാജമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഒരു സമഗ്രമായ അന്വേഷണം നടത്തുവാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് തികച്ചും ഖേദകരമാണ്. ഈ മഞ്ചുമല വില്ലേജിലും ഈ പീരുമേട് വില്ലേജിലും ഇപ്പോൾ നടക്കുന്ന അനധികൃത നിർമ്മാണം 5 നില വരെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഈ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ്. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന അന്വേഷണമെല്ലാം വെറും പുകമറയാണ്. ഭൂമി കയ്യേറ്റം കണ്ടെത്തിയതോടെ പരുന്തുംപാറയിൽ മൂന്നാറിലേതിന് സമാനമായ നിർമ്മാണ നിയന്ത്രണങ്ങളാണ് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവിധ നിർമ്മാണങ്ങൾക്കും റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പ്രദേശത്ത് 2 മാസത്തേക്ക് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞയും ഏർപ്പെടുത്തി. സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ നടപടി വേണമെന്നും ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ തങ്ങളെ ബാധിച്ചതായുമാണ് നാട്ടുകാർ പറയുന്നത്. കയ്യേറ്റം അവർക്കെതിരായിട്ട് അവർ സ്വീകരിച്ച് അവർ എന്താണെന്ന് വെച്ചാൽ നടപടി എടുത്ത് അവർക്ക് അത് സ്വീകരിക്കുക. അത് നമുക്ക് ഇല്ലെന്ന് പറയുന്നില്ല നാട്ടുകാരും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ മെയിൻ്റനൻസ് പണി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ചെറിയ പിറയാനാണ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അത് ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ശരിക്കും. പരുന്തുംപാറയിൽ നിന്നും ക്യാമറമാൻ റൈസൻ DS-നൊപ്പം രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.